അപ്പോ ജിന്നിന്റെ കാര്യം അവിടെ കിടക്കാട്, തീർപ്പായിട്ടില്ല. ഇനി മലക്കോ ഇത് തൗഹീദ്. 2004 ഏപ്രിൽ 2004 പറഞ്ഞെന്താ? ഖുർആൻ ഓതുന്ന ആളുകളുടെ അടുക്കൽ അനുഗ്രഹത്തിന്റെ മലക്ക് വരും. കണ്ടോ? ഖുർആൻ ഓതുന്ന ആളുകളുടെ അടുക്കൽ അനുഗ്രഹത്തിന്റെ മലക്ക് വരും. ജന്തുക്കൾ അറിയും. മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയാൽ ഉറക്കെ വിളിച്ചന്വേഷിക്കുക, മലക്കുകൾ രക്ഷക്കെത്തും. കണ്ടോ? മരുഭൂമിയിൽ ഒരാൾ അകപ്പെട്ടു പോയാൽ അയാൾ ഉറക്കെ വിളിച്ചന്വേഷിക്കൂ. ആരാ രക്ഷക്ക് വരുന്നത്? മലക്കുകൾ രക്ഷക്ക് വരും. ഇവിടെ തിരുവനന്തപുരം മുഖാമുഖത്തിൽ ഈ കോട്ടിങ്സ് വെച്ചൊരു സഹോദരൻ ചോദ്യം ചോദിച്ചപ്പോ നമ്മുടെ ഈ അലിമുസ്ലിയാര് പറയാണ്, ആ മരുഭൂമിയിൽ വെച്ചിട്ട് ആരെയാ ഉറക്കെ വിളിച്ചന്വേഷിക്കേണ്ടത്? അള്ളാനെയല്ലേ? ആണോ? എങ്ങനെ ഉറക്കെ വിളിച്ചന്വേഷിക്കണത്? പതുക്കെ വിളിച്ചാ പോരെ? പറഞ്ഞത് ഉറക്കെ വിളിച്ചന്വേഷിക്കാനാ. അള്ളാനെ വിളിക്കേണ്ടത് എങ്ങനെ? ഉറക്കെ വിളിച്ചന്വേഷിക്കാണോ? ശബ്ദം താഴ്ത്തി വിളിക്കണം റബ്ബിനെ, അല്ലാതെ കൂക്കി വിളിക്കല്ല. പടപ്പിനെ വിളിക്കേണ്ടത്. കാരണം അവരുടെ കേൾവിക്ക് പരിധിയുണ്ട്, കാഴ്ചക്ക് പരിധിയുണ്ട്. അവർ കേൾക്കണം, അതിനു വേണ്ടിയിട്ട് ഉറക്കെ വിളിക്കണം. അള്ളാനെയോ പതുക്കെ വിളിക്കണം, ശബ്ദം താഴ്ത്തി വിളിക്കണം. പക്ഷെ ഇവിടെ പറഞ്ഞത് എന്താണ്? മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയാൽ ഉറക്കെ വിളിച്ചന്വേഷിക്കുക, മലക്കുകൾ രക്ഷക്കെത്തും. അപ്പോ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടാല് എന്താ വിളിക്കേണ്ടത്? മലക്കേത് വിളിക്കണതാണ്. മലക്കേത് വിളിക്കണം, രക്ഷക്കെത്തണമല്ലോ. മലക്ക് വണ്ടി കയറി വരണമല്ലോ. ഇത് എഴുതി വെച്ച ആളുകൾ തിരുത്തിയോ? കൂടിയോ? ഒരു കൗൺസിലെങ്കിലും കൂടിയോ? ഉണ്ടായിട്ട് വേണ്ട കൂടാൻ. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇതൊക്കെ ഉണ്ടോ? അതുകൊണ്ട് ഞങ്ങൾ കൂടും, വിഷയങ്ങൾ ചർച്ച ചെയ്യും. അതുപോലെ തന്നെ വിഷയങ്ങളെ സംബന്ധിച്ച് മാറ്റം വെച്ച് നോക്കും, തെറ്റുള്ളവർ തിരുത്തും. അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട്. സുതാര്യമാണ്. ഈ വിഷയം ഉണ്ടായില്ലേ? നാട് നീളെ നിങ്ങൾ കൊണ്ടു നടന്നു. ആദ്യം ഇപ്പോഴും ഈ സീഡിയിലുണ്ട് ശംസുദ്ദീൻ പാലത്തിന്റെ മുഖ്യശത്രു എന്ന് പറയുന്ന സീഡിയിലെ ക്ലിപ്പിംഗ് പുതിയ ആ സീഡിയിലുണ്ട്. അദ്ദേഹം പിൻവലിച്ചു, ആ സീഡ് തന്നെ പിൻവലിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്റെ പേര് അത് പ്രചരിപ്പിക്കരുത്. കാരണം ആലമുൽ ജിന്ന് വശയാത്തീൻ എന്ന പുസ്തകം, സുലൈമാനുൽ അസ്കർ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ എഴുതിയ പുസ്തകം, ആ പുസ്തകം തുറന്നു വെച്ചിട്ട് പിന്നെ ശംസുദ്ദീൻ പാലത്ത് നടത്തിയ ഒരു പ്രസംഗമാണത്. സ്വാഭാവികമായും ആ പുസ്തകത്തിൽ, സുലൈമാനുൽ അസ്കറിന്റെ പുസ്തകത്തിൽ വന്ന സ്ഖലിതങ്ങൾ അദ്ദേഹം ആ ക്ലാസ്സിൽ പറഞ്ഞു. എന്നാൽ വിഖായത്തുൽ ഇൻസാൻ എന്ന് പറയുന്ന പുസ്തകം അദ്ദേഹത്തിന് കിട്ടി. അതിൽ ഈ പുസ്തകത്തിൽ പറഞ്ഞ അബദ്ധങ്ങളെ വേർതിരിച്ചുകൊണ്ട് തന്നെ മറുപടി പറയുന്നുണ്ട്. അദ്ദേഹം അത് മനസ്സിലാക്കി, അദ്ദേഹം പരസ്യമായി തിരുത്തി പറഞ്ഞു, ഞാൻ ആ സീഡ് തന്നെ പിൻവലിച്ചു, എന്റെ ഭാഗത്ത് അബദ്ധം പറ്റിയതാണ്, തെറ്റ് പറ്റിയതാണ് എന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞു. അത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാടാ. തെറ്റ് പറ്റിയാൽ അതിൽ കടിച്ചു തൂങ്ങുന്നവരല്ല മുജാഹിദ് പ്രസ്ഥാനം. കാരണം ഞങ്ങൾ ജീവിക്കുന്നത് ദുനിയാവിൽ കിട്ടുന്ന താൽക്കാലികമായ നേട്ടങ്ങൾക്കോ പദവികൾക്കോ വേണ്ടിയല്ല, പടച്ചവന്റെ മുന്നിൽ രക്ഷപ്പെടാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ മനുഷ്യരാണ്. തെറ്റ് പറ്റിയാൽ തിരുത്താനുള്ള മനസ്സ്, അള്ളാഹുവിനെ ഓർത്ത് തിരുത്താനുള്ള മനസ്സ് ഞങ്ങൾക്കുണ്ട്. ആ ബാധ്യത നിർവഹിച്ചിട്ടുണ്ട്. ശംസുദ്ദീൻ പാലത്ത് നിർവഹിച്ചില്ലേ പരസ്യമായിട്ട്. എന്നിട്ടും നിങ്ങൾ ഇപ്പോഴും ആ CD അതിന്റെ ക്ലിപ്പിട്ട് നടക്കല്ലേ? കാരണം എന്താ? വേറൊന്നില്ല. എന്നാൽ അതിനേക്കാൾ വലിയ അബദ്ധങ്ങൾ നിങ്ങൾ എഴുതി വെച്ചു. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് മിണ്ടാട്ടവുമില്ല, പറയാനുമില്ല. ഇങ്ങനെ അള്ളാഹുവിന്റെ തൗഹീദ്, ആ തൗഹീദിനെ കുറിച്ച് പഠിക്കാതെ, ആ തൗഹീദിനെ കുറിച്ച് മനസ്സിലാക്കാതെ നിങ്ങൾ അകന്നുപോയി.